ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. പഠിച്ചത് മറന്നു പോവുക ഭയങ്കര പ്രശ്നം. എല്ലാം പഠിച്ച് കേൾപ്പിച്ചതാണ്, എല്ലാം എഴുതി കാണിച്ചതാണ്, പല ആവൃത്തി കഴിഞ്ഞതാണ്. ഇനി എല്ലാം കഴിഞ്ഞാലും പരീക്ഷയ്ക്ക് വരുമ്പോൾ പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ നല്ല റിസൾട്ട് ഇല്ല. കുട്ടികളുടെ മാത്രം കാര്യമല്ല, മുതിർന്നവരും വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരും വലിയ വലിയ പ്രൊഫഷണൽ കോഴ്സുകളും വിദേശ ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പറയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് 3 മക്കളാണുള്ളത്. ഇതിൽ മൂത്തവർ 2 പേരും ഡിഗ്രി കഴിഞ്ഞു, മകനും മകളും. മകള് ഡിഗ്രിയും കഴിഞ്ഞു, അവൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഡിപ്ലോമ കോഴ്സ് ചെയ്തു. അതുപോലെ മകന് ഡിഗ്രിയും പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി, നെബോഷ്, അതുപോലെ ഈ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട ചെറുതും വലുതുമായ കോഴ്സുകൾ ഓൺലൈനും അല്ലാത്തതുമെല്ലാം ചെയ്തു. പഠിക്കാൻ വിടുന്ന സമയത്ത് ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഒത്തിരി. അപ്പനും അമ്മയും മോട്ടിവേഷനും കൗൺസിലിങ്ങും PTA ക്ലാസ്സൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഇവരുടെ റിസൾട്ട് ചോദിച്ചാൽ, മാർക്ക് ചോദിച്ചാൽ ഈ ഒരു പ്രശ്നം മറവി, അല്ലെങ്കിൽ പഠിച്ചതനുസരിച്ചുള്ള കേൾപ്പിച്ചതനുസരിച്ചുള്ള വിചാരിച്ചതനുസരിച്ചുള്ള റിസൾട്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുണ്ട്, പിന്നെ ഫാമിലി അറ്റ്മോസ്ഫിയർ ആണെങ്കിലും വളരെ സപ്പോർട്ടീവായിട്ടൊക്കെയാണ്. ഇനി ചെയ്യേണ്ടത്? പക്ഷേ ഒറ്റ നിവൃത്തിയുള്ളൂ, വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക. ഇപ്പം മകൻ്റെ പേര് ശ്രേയസാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം ഏശയ്യാ 54:13, കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ആർജിക്കുകയും ചെയ്യും. ഇപ്പോൾ കോഴിക്കോട് ഒരു എക്സാം എഴുതാൻ വേണ്ടി പോയേക്കണേണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ വിയറ്റ്നാമിൽ പോയി ഏഷ്യൻ കൺട്രീസിൻ്റെ പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിൽ ഗോൾഡ് മെഡലും അടിച്ചിട്ട് വന്നു. അപ്പം വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അൺലിമിറ്റഡായിട്ട് നമ്മൾ വിചാരിച്ച പരിധിയുടെ അപ്പുറത്തോട്ട് പോകും. പിന്നെ മൂത്തവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. അവൾ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ ഡിഗ്രിയും കഴിഞ്ഞ് അവിടം വരെ വന്ന് നിൽക്കണതാണ്. പണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഗ്രോത്തിൽ മുന്നിലോട്ട് പോകുമ്പോൾ ഇനി താഴോട്ട് പോകും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ദൈവം ഉയർത്തും. വചനം പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. അതുപോലെ ഏറ്റവും ഇളയ കൊച്ച് ഇപ്പോൾ ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോൾ BSc ഫിസിക്സ്. എല്ലാവരും പറഞ്ഞ് എങ്ങനെ പഠിക്കും, എന്തു ചെയ്യും, ഈ ജിമ്മും കോച്ചിങ്ങും ഒക്കെ ആയിട്ട് മത്സരമായിട്ട് നടക്കുമ്പോൾ ഈ കൊച്ചിന് പഠിക്കാൻ പറ്റില്ല, പോകാൻ പറ. തമ്പുരാൻ പഠിപ്പിക്കാത്ത ഒരു കാര്യമില്ല. കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ഇയർ റിസൾട്ട് O ലെവൽ, A അല്ല, A+ അല്ല, O ലെവൽ. അതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ, വചനം വരുമ്പോൾ. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് കടന്നിരിക്കുക. അതിൻ്റെ ഇടക്കൂടെ ക്രാഷ് ചെറിയ കോഴ്സുകൾ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ ലൂക്ക 6:40 അടുത്ത വചനം, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ